UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ പൊളിറ്റി പ്രിപ്പയർ ചെയ്യാൻ ലക്ഷ്മികാന്ത് എന്ന ബുക്കുള്ളതുപോലെ, അതുപോലെ ഹിസ്റ്ററിക്ക് രാജീവ് അഹിറിന്റെ സ്പെക്ട്രം എന്ന ബുക്ക് പോലെ ജോഗ്രഫിക്ക് ഒരു പ്രത്യേക സോഴ്സ് ഉണ്ടോ? പലരുടെയും സംശയമാണ്. ജോഗ്രഫി എന്ന സബ്ജക്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് NCERT ഉപയോഗിച്ചിട്ടാണ്. എസ്പെഷ്യലി 6th തുടങ്ങി 12th വരെയുള്ള NCERTs ആണ് ജോഗ്രഫിയുടെ സോഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ +1 വരുന്ന 2 ടെക്സ്റ്റ് ബുക്കുകൾ, അതിൽ നിന്നുമാണ് UPSC കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതും നന്നായി +1 2 ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് മനസ്സിലായി കാണും. അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ NCERTയിൽ നിന്ന് കട്ട് കോപ്പി ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇനി ഈ 12th വരെയുള്ള NCERTs ജോഗ്രഫി പ്രിപ്പറേഷന് ഇനഫ് ആണോ? അല്ല. നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിന് പുറത്ത് നിന്ന് ക്ലൈമറ്റോളജിയിൽ പല ക്വസ്റ്റ്യൻസും UPSC ചോദിക്കാറുണ്ട്. അതിലെ മേജർ ക്വസ്റ്റ്യൻസും ക്ലൈമറ്റിക് റീജിയൻസിനെ കുറിച്ചാണ്. അത് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് GC ലിയോൺ എന്ന ബുക്കിലാണ്. GC ലിയോൺ എന്ന ബുക്ക് പലപ്പോഴും പലരും ഒരു റെഫറൻസ് പുസ്തകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതൊരു റെഫറൻസ് പുസ്തകമാണ്, പക്ഷെ അതിലുപരി ക്ലൈമറ്റിക് റീജിയൻസ് പഠിക്കാനായിട്ട് ആ ഒരു ബുക്കിലെ ലാസ്റ്റ് 10 ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ് നമ്മുടെ അറ്റ്ലസ് എന്ന് പറയുന്നത്. പലരും പല പബ്ലിക്കേഷൻസിന്റെ ബുക്കാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ പൊതുവെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്സ്ഫോർഡിന്റെ സ്റ്റുഡന്റ് അറ്റ്ലസ് ആണ്. ഇതിന് പുറമെ കറണ്ട് അഫയേഴ്സിനും വളരെ പ്രാധാന്യമുണ്ട് ജോഗ്രഫിയിൽ. ലാസ്റ്റ് ഇയർ നമ്മുടെ മെയിൻസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ട്വിസ്റ്റർ സൈക്ലോൺസ്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് തീർച്ചയായും വായിച്ചിരിക്കണം. പലപ്പോഴും UPSC കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പുതിയ പ്രോസസ്സുകളോ ഫിനോമിനയോ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ജോഗ്രഫിയെ സംബന്ധിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത് NCERT ആണ്. അതിന് പുറമെ GC ലിയോൺ എന്ന പുസ്തകം ഒരു റെഫറൻസ് പുസ്തകമായും അതുപോലെ ക്ലൈമറ്റോളജി പഠിക്കാനുള്ള ഒരു പുസ്തകമായും യൂസ് ചെയ്യാം. ദെൻ അറ്റ്ലസ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫൈനലി നമ്മൾ കറണ്ട് അഫയേഴ്സിലും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്.